ഓം ശാന്തി. ഇന്ന് ടൈറ്റിൽ കണ്ടപ്പോൾ പലരും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അല്ലേ? 3 വലിയ നുണകൾ. എന്താ ഇങ്ങനെ പറയുന്നത് എന്ന്? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ മുഖ്യമായ കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന 3 തെറ്റായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനതിന് 3 നുണകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ എന്തൊരു മാറ്റം കൊണ്ടുവരണമെങ്കിലും നമ്മൾ ആദ്യം വിശ്വസിക്കുന്നത് ഒരു മാറ്റം എന്ന് പറയുന്നത്, ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അത് ഒത്തിരി കഠിനമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. കുറേ കഷ്ടപ്പെട്ട് കുറേ പരിശ്രമിച്ച് മാത്രമേ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയൊരു ലെവലിൽ എത്താനായിട്ട്, അഥവാ തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ, സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ ഡെയിലി എക്സസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ് നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതല്ല സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു കല സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുത്തേണ്ട ഒരു മാറ്റം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ ഉണരുകയാണെങ്കിൽ എന്തൊരു കാര്യത്തിനും അതെല്ലാം തന്നെ ഒരു ഹാർഡ് എഫേർട്ടാണ് എന്ന നമ്മളൊരു വിചാരം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് കാര്യങ്ങളൊന്നും തന്നെ മാറ്റാൻ പറ്റാത്തത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സ്വഭാവം തന്നെ ലിവ് അറ്റ് ഈസ് എന്നാണ്. അതുകൊണ്ടാണ് അസുഖത്തിന് നമ്മൾ എന്താ പറയാറ്? ഡിസ് ഈസ് എന്നാണ് പറയുന്നത്. എപ്പോഴാണോ നമ്മൾ ഈസിൽ നിന്ന് മാറിപ്പോകുന്നത് അതിൻ്റെ പേരാണ് ഡിസ് ഈസ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ആ സുഖാവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടി എപ്പോഴും നമ്മുടെ ബ്രെയിൻ മടിക്കും പോലും. അതുകൊണ്ടാണ് ഇരുന്ന സ്ഥലത്ത് നിന്നൊന്ന് എണീക്കേണ്ടി വന്നാൽ, അതും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മനസ്സിന് കുറച്ച് സുഖമില്ലാത്തൊരവസ്ഥ തോന്നിക്കഴിഞ്ഞാൽ എണിക്കാൻ പോലും നമുക്ക് മനുഷ്യന് മടിയാണ്. എന്തിനേറെ പറയണം, മനുഷ്യൻ്റെ മടിയെ വിറ്റുകൊണ്ടല്ലേ ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ കമ്പനികൾ അധികവും നടക്കുന്നത്. ഞാൻ ഓർത്തു പോകും, കുഞ്ഞുങ്ങളുടെ കുഞ്ഞുടുപ്പുകളും തുണികളും കഴുകാനുള്ള മനുഷ്യൻ്റെ മടിയല്ലേ ഇന്ന് ഡിസ്പോസിബിൾ ആയിരിക്കുന്ന പല വിധത്തിലുള്ളതായിരിക്കുന്ന സാധനങ്ങളും രംഗത്തെത്താൻ കാരണം. മനുഷ്യന്മാർക്ക് പാത്രം കഴുകാനുള്ള മനുഷ്യൻ്റെ മടിയുടെ ഭാഗം ഡിസ്പോസിബിൾ ഗ്ലാസുകൾ വന്നിരിക്കുന്നു, ഡിസ്പോസിബിൾ പാത്രങ്ങൾ വന്നിരിക്കുന്നു. ഇനി അവസാനം ഡിസ്പോസിബിൾ വീടുണ്ടാവുമോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ആ ലെവലിലേക്ക് ലോകം മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ ആധാരത്തിൽ? മനുഷ്യൻ്റെ മടിയുടെ ആധാരത്തിൽ. കാരണം മനുഷ്യൻ്റെ സ്വഭാവം തന്നെ സുഖിക്കുക എന്നുള്ളതാണ്. ആത്മാവിൻ്റെ സപ്തഗുണങ്ങളൊന്ന് സുഖം എന്നുള്ളതാണ്. പക്ഷേ ആ സുഖത്തിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് മാറി വന്നപ്പോൾ കാര്യങ്ങൾ ചെയ്യാനുള്ള മടിയിലേക്ക് അത് മാറ്റപ്പെട്ടു. ആ അവസ്ഥയിൽ നമ്മുടെ ബ്രെയിൻ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിന് ആദ്യം നമ്മൾ ഹാർഡാണ് എന്ന് വിശ്വസിച്ച് വെച്ചത് കൊണ്ട് തന്നെ അതിനെ മാറ്റാനുള്ളതായിരിക്കും ആ ഒരു എളുപ്പ വഴി കൊച്ചു കൊച്ചു കാര്യങ്ങളോട് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ഉദാഹരണം പറയുകയാണ്, നമുക്ക് എക്സസൈസ് ചെയ്യാൻ തന്നെ വിചാരിച്ചോളൂ. എക്സസൈസ് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം 1 മിനിറ്റ് സമയത്തെ ഒരു എക്സസൈസ് കണ്ടെത്തുക. രണ്ടാമത്തെ ഒരാഴ്ച നമ്മൾ അതിൽ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, ഓക്കെ 1 മിനിറ്റ് സമയം എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി രണ്ടാമത് 2 മിനിറ്റിലേക്ക് അതിനെ കൂട്ടുക. അങ്ങനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമയം കഴിയുമ്പോൾ അരമണിക്കൂർ എക്സസൈസ് എന്നുള്ളത് നിങ്ങൾക്കൊരു എൻജോയ്മെൻറ്റായി മാറാൻ തുടങ്ങും. അത് ചെയ്തില്ലെങ്കിൽ ആകെ ഒരു സുഖമില്ലാത്ത അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് അത്തരത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ഒന്നാമത്തെ, എനിക്കിത് കഠിനമായതൊന്നും ചെയ്യാനാവില്ല എന്നുള്ള മനസ്സിൻ്റെ മനോഭാവത്തെ മാറ്റാനും, കാരണം കഠിനായത് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനുള്ളൊരു ഭയമാണ്. ചുരുക്കം പറഞ്ഞാൽ കുട്ടിക്കാലത്ത് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള പല ഫെയിലിയറും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചതായിരിക്കുന്നൊരു ഫിയർ. പഴയ കാലത്തെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ കാട്ടിലൊക്കെ ജീവിച്ചിരുന്നപ്പോൾ, അല്ലെങ്കിൽ പണ്ടത്തെ നാട്ടുമ്പുറത്താണെങ്കിൽ പലപ്പോഴും മൃഗങ്ങൾ വന്നേക്കാം, അതുണ്ടാവാം ഇതുണ്ടാവാം, ഇങ്ങനെയുള്ള ഭയം, ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു ചേഞ്ച്, ഒരു വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഭയം എന്ന ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പല സൈക്കാട്രിസ്റ്റുകളിലും ഞാൻ വായിച്ചു നോക്കുമ്പോൾ എല്ലാവരും പറയുന്നു, പണ്ടത്തെ മനുഷ്യൻ്റെ ജീവിത രീതിയിൽ ഭയം അവൻ്റെ രക്ഷയ്ക്ക് സഹായമാവുമെന്ന് പറയുന്നു. പക്ഷേ ഭയം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് സഹായമാവല്ല ചെയ്യുന്നത്. ഇത്തരം കൊച്ചു കൊച്ചു ഭയങ്ങൾ മുതൽ വലിയ വലിയ ഭയങ്ങൾ വരെ മനുഷ്യന്മാരുടെ ഉള്ളിലൊരു മാറ്റം എന്ന് പറയുമ്പോൾ അതിനെ സ്വീകരിക്കാതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു ഭയത്തെ അതിജീവിക്കാൻ വേണ്ടി ഏതൊരു കാര്യം ചെയ്യാനാണോ നിങ്ങൾക്ക് മടി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വിഷമം തോന്നുന്നത്, കഠിനമാണ് എന്നെക്കൊണ്ടാവില്ല എന്ന് തോന്നുന്നത്, ആ കാര്യത്തിനെ കുറച്ചായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ആരംഭിക്കുക. രണ്ടാമത്തെ കാര്യം, ആ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു വലിയ കാര്യം നേടണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്റ്റെപ്പിലൂടെ മാത്രമേ സാധിക്കൂ എന്നതായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു വിശ്വാസം. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഒരു 30 കിലോ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരാളാണെങ്കിൽ ഒരു 30 കിലോ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഹാർഡായിരിക്കുന്ന ഒരു റൂട്ടീനിലൂടെ കടന്നു പോയാലേ സാധിക്കൂ എന്നുള്ള മനുഷ്യന്മാരുടെ വിശ്വാസം. വാസ്തവത്തിൽ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ പോലുള്ള 1 മിനിറ്റ് എക്സസൈസ്, കുറച്ചുള്ള ഫുഡിലെ കൺട്രോൾ, അങ്ങനെ പതുക്കെ തൻ്റെ ഫുഡ് കൺട്രോളിലൂടെയും
എക്സസൈസിലൂടെ നമുക്ക് എത്ര കിലോ വേണമെങ്കിലും കുറയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ നിരന്തരമായി ചെയ്യാനായിട്ടുള്ളതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചെറുതിൽ നിന്ന് തുടങ്ങുകയും അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ആസ്വദിക്കാനുള്ള ഒരു മനോഭാവം കാണിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് വലിയ ലക്ഷ്യം നേടണമെങ്കിൽ, അഥവാ നിങ്ങൾ ഉദാഹരണമായി ചിന്തിച്ചു നോക്കൂ, നമുക്ക് വലിയൊരു എമൗണ്ട് സേവ് ചെയ്യണം. വലിയ എമൗണ്ട് സേവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പല സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം കുറയ്ക്കുക, അതിൻ്റെ പൈസേനെ സേവ് ചെയ്യുക. നമ്മൾ പറയാറില്ലേ പലതുള്ളി പെരുവെള്ളം എന്ന്. അങ്ങനെ നിങ്ങൾ സൂക്ഷിക്കുന്ന പെനികൾ ചേർന്ന് നിങ്ങൾക്ക് വലിയ എമൗണ്ട് ആയിട്ട് മാറും. നമ്മൾ സൂക്ഷിക്കുന്ന ഓരോരോ സെക്കൻഡ്സ് ഒരു ദിവസം 1 മിനിറ്റ് കാര്യം പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. നല്ല ആരോഗ്യം നേടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ച് എക്സസൈസ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് രോഗമില്ലാത്ത ഒരു നല്ല ഹെൽത്തിന് നിങ്ങൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജീവിതത്തിൽ ഏതൊരു കാര്യം നേടണമെന്നുണ്ടെങ്കിലും ഒരു സ്റ്റെപ്പ് കയറി മുകളിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തുടങ്ങണം എന്നുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം നേടിയെടുക്കണമെങ്കിലും ഒരു സ്റ്റെപ്പ് ആദ്യം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്ന് കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മനസ്സത് ആസ്വദിക്കാൻ തുടങ്ങും, നമ്മുടെ ബ്രെയിൻ അതിനെ സ്വീകരിക്കാൻ തുടങ്ങും, അതിന് ഈസിയാണെന്ന് ഫീൽ ചെയ്യും. ആ ഈസി എന്നുള്ള ഫീലിംഗ് നിങ്ങളെ നെക്സ്റ്റ് കാര്യം വളരെ വേഗത്തിൽ അടുത്ത സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യാൻ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം, എന്നും പുതുമ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആസ്വാദ്യകരമാവുന്നുണ്ടോ, അതും നമ്മുടെ തെറ്റായ ധാരണയാണ്. തീർച്ചയായിട്ടും പുതുമ രസകരമാണ്. അത് നമുക്ക് പുതുമ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതിനെ ആസ്വദിക്കാനും നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു മോട്ടിവേഷൻ ആക്കാനും പറ്റും. പക്ഷേ അത് കൊണ്ടുവന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ, ഒരിക്കലും അങ്ങനെയില്ല. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളിലെ മനുഷ്യൻ്റെ വിശ്വാസം, ഒന്ന് മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് വളരെ കഠിനമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തേത് ഒരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വലിയ മാറ്റം വേണമെങ്കിൽ എനിക്ക് വലിയ സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. മൂന്നാമത് ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ എന്നും പുതുമ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലേ എനിക്ക് ചെയ്യാൻ സാധിക്കും. ഇത് 3 തെറ്റായ ധാരണയാണ്. മറിച്ച് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്നാമത്തെ സ്റ്റെപ്പ് 1 മിനിറ്റ് എക്സസൈസ്, 1 രൂപ എൻ്റെ സേവിങ്, 1 മിനിറ്റ് സമയം എൻ്റെ പഠനം, അല്ലെങ്കിൽ 5 മിനിറ്റ് സമയം എൻ്റെ പഠനം. ഇങ്ങനെ ഏതൊരു കാര്യത്തിലും അല്പാൽപമായി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു ശ്രദ്ധ, അറ്റൻഷൻ നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ലക്ഷ്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മളെ പറ്റിക്കാൻ വരുമ്പോൾ ഇതുകൊണ്ടൊക്കെ നടക്കുമോ, ഇങ്ങനെയൊക്കെ ആവുമോ എന്ന് ചോദിക്കുമ്പോൾ ആ മനസ്സിനെ ഒന്ന് ബിസിയാക്കി വെച്ച് കൊടുക്കുക. വേണ്ട, വേസ്റ്റിലേക്ക് പോകണ്ട, ഇന്ന് ഈ പ്ലാനിങ് ചെയ്യൂ, ഇന്ന് ഈ തോട്ട് ക്രിയേറ്റ് ചെയ്യൂ, ഇതിന് വേണ്ടി ഇങ്ങനൊരു തോട്ട് ക്രിയേറ്റ് ചെയ്താൽ ഇത് പറ്റുമോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പകരം ഇതിന് ആവുന്ന രീതിയിലുള്ള പ്ലാൻ എന്താണെന്ന് ചോദിക്കൂ എന്ന് സ്വയം അവനവനോട് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ഇതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ 3 നമ്മുടെ ഒരു ബിലീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ, വിശ്വാസങ്ങളുടെ ഉള്ളിൽ അടിയുറച്ചു പോയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ചിലർ പറയുക തന്നെ ചെയ്യും, പായയുടെ വലുപ്പം കണ്ട് വിരിഞ്ഞ് കിടന്നാൽ മതി എന്നൊക്കെ പറയും, ഇരുന്നിട്ട് കാല് നീട്ടിയാൽ മതി. ചില സന്ദർഭങ്ങളിലേക്ക് ആവശ്യമായേക്കാം. പക്ഷേ എല്ലായിടത്തും ഇത്തരം വിശ്വാസങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ 1 മിനിറ്റെങ്കിലും നമ്മൾ സേവ് ചെയ്യൂ, മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കൂ. 1 മിനിറ്റ് സമയം എക്സസൈസിന് വേണ്ടി, 5 മിനിറ്റ് സമയം പഠിക്കാൻ വേണ്ടി. ഈ 3 പതുക്കെ ഡെവലപ്പ് ചെയ്ത് നോക്ക്. ഇത് നിങ്ങളുടെ അസറ്റായിട്ട് മാറുകയും ഈ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും, മല തന്നെ വന്നാലും മലയെ നീ മാറ് എന്ന് പറയുന്ന ആത്മവിശ്വാസം നിങ്ങളുള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.